ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കിന്നൊരു എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബീട്രൂട്ടൊക്കെ ഇട്ട് ചെറിയൊരു മധുരം ഉണ്ടാവുകയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ബീട്രൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചേനയുടെയും കായയുടെയും ഒപ്പം ഇതിട്ടാൽ വെന്ത് കുഴഞ്ഞു, അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേവിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ടേക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പിടണം. അതിന് കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടിട്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ മിക്സ് ബീട്രൂട്ട് നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നത് ബീട്രൂട്ടിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം, ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നേന്ത്രക്കായയും ചേനയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കണം. ഇത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വേണം വെക്കാനായിട്ട്. ഇനി വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചതച്ച മിക്സാണ്, അധികം അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തേക്കുക. നന്നായിട്ട് മിക്സാക്കി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അടച്ച് വെച്ച് മാറ്റി വെക്കുക. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ ഉഴുന്നുപരിപ്പിടുക, ഉണക്കമുളക് ഇടുക, കറിവേപ്പില ഇടുക, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾക്ക് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി കരിഞ്ഞു പോയിട്ട് ചെറിയ തീയിലിട്ട് വേണം. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായയും ചേനയും കൂടിയുള്ള മിക്സ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആദ്യം നമ്മൾ മാറ്റി വെച്ച ബീട്രൂട്ടിൻ്റെ മിക്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, കുറച്ചൊരു മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു റീ അടിക്കാം. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്